ഇന്ന് കേരളക്കരെ ആകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദിവസങ്ങളായി നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി എല്ലാ ന്യൂസ് ചാനലുകളും വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളുടെ അർജുൻ, ലോറി ഡ്രൈവറായ അർജുൻ്റെ മിസ്സിങ്. സത്യത്തിൽ നമുക്ക് എല്ലാവരുടെയും ചിന്തകളെ ഞാൻ എന്ത് ചെയ്യാണ് ഒന്ന് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനൊന്ന് ഇടപെടുകയാണ്. അബ്ദുൽ വഹാബ് വിത്ത് യു. ഒരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും നമ്മളുടേതായ ജീവിത രീതികളുണ്ടാവും. രാവിലെ നമ്മൾ പുറത്തേക്കിറങ്ങി, പിന്നെ നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായി പുറത്തേക്ക് പോയി നമ്മൾ ആ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് തിരിച്ചു വരിക. അത് നമ്മുടെ രാജ്യത്തിനകത്ത്. അതേപോലെ തന്നെയാണ് നമ്മൾ വിദേശത്തേക്ക്, ഒരു പൗരൻ വിദേശത്തേക്ക് പോകുമ്പോൾ അവർ വ്യക്തമായ എമിഗ്രേഷൻ അടിച്ച് അവർ വിദേശത്തേക്ക് പോകുന്നു. അപ്പോഴും നമ്മളുടെ അധികാരികളെടുത്ത് ഈ വ്യക്തി, ഈ പൗരൻ ഏത് രാജ്യത്ത് എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു കണക്കുണ്ടാവും. ഇങ്ങനെ നമ്മളുടെ ഓരോ പൗരന്മാരെയും അതാത് ഭരണകർത്താക്കൾ വീക്ഷിക്കുമ്പോഴാണ് അവനക്ക് പൗരബോധം ഉയരുകയും അവൻ്റെ രാജ്യത്തെയും അവൻ്റെ ജനങ്ങളെയും ഈ സംവിധാനത്തെയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അടിത്തറയുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളുടെ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ, വാർഡ് തലം മുതൽ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഈ പഞ്ചായത്തിലുള്ള ഒരാൾക്ക് അവരെ എങ്ങനെ ആ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇവരുമായി ഒരു ബന്ധം സൃഷ്ടിക്കാൻ സാധിക്കും? ഇവൻ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്, ഈ ജോലികൾ അവൻ എത്ര കണ്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ആണ് ആ ഓരോ വ്യക്തികളും ചെയ്യുന്നത്, അവിടെ എത്ര കുട്ടികളുണ്ട്, അവിടെ പ്രായമുള്ള ആളുകൾ എത്രയുണ്ട്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഇന്ന് ആധുനിക ടെക്നോളജി അത്രയും വളർന്നു കഴിഞ്ഞ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മാത്രം മതി നമുക്ക് എല്ലാവർക്കും ഇത് വളരെ വേഗത്തിൽ എത്തിക്കാൻ സാധിക്കും. ഓരോ വാർഡ് തലത്തിലും ആ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിക്കുകയും ആ വാർഡിൽ വരുന്ന ആ വാർഡ് മെമ്പർമാർ അവര് ആ വാർഡിൽ ജീവിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ദിവസത്തെ ഓരോ അപ്ഡേഷനും അറിയാൻ പറ്റും. അവിടെ തൊഴിലില്ലാത്തവർ, അതോടൊപ്പം തന്നെ അവിടെ നിത്യരോഗികൾ, കുട്ടികൾ, അതോടൊപ്പം തന്നെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കൽ, കുട്ടികളായിട്ടുള്ള ആളുകൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെടുന്നവർ, ഇവരൊക്കെ ആരൊക്കെയാണെന്നും, അതോടൊപ്പം തന്നെ പീഡനങ്ങൾ, അത് രണ്ടും, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ വീട്ടിനകത്ത് വരുന്ന പീഡനങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ അധികാരികളെ എത്തിച്ച് അത് പെട്ടെന്ന് തന്നെ അവർക്ക് അതിനുള്ള മാർഗങ്ങൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സ്ഥാനത്ത് നമുക്കറിയാം, ഇന്ന് വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ, ന്യൂസ് ചാനലുകളായിക്കോട്ടെ, പരസ്പരം കുറ്റം പറയാനും അല്ലെങ്കിൽ അവരെ കളിയാക്കാനുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് അധിക കാലമൊന്നും നിലനിൽക്കില്ല. ഇനി അങ്ങോട്ട് മനുഷ്യന്റെ ജീവിത വളർച്ചയ്ക്ക് വേണ്ടി അവൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റം മറിഞ്ഞ് വലിയ ഒരു വിഷനോടുകൂടി വരാൻ പോകുന്ന കാലഘട്ടമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. നമുക്കറിയാം, എല്ലാവിധ സംവിധാനങ്ങളെയും പഠിച്ച് മനസ്സിലാക്കി വരുന്ന വലിയ ഒരു ചെറിയ സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവരെ ന്യൂജൻ എന്ന് പറഞ്ഞു വിളിച്ചാലും അവർ ഇന്ന് ഏറ്റവും പവർഫുള്ളായിട്ടാണ് നമ്മളെ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം എവിടേക്കാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഞാനിത് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റാത്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മളൊരു വീഡിയോ എടുക്കുക. അതിന് വലിയ എക്സ്പേർട്ട് ആവേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് ആ മൊബൈൽ ഫോൺ എടുത്ത് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ മോഡിലിടുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് നമ്മളെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. അത് നമ്മളെ വാർഡ് ഗ്രൂപ്പുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ മുകളിലേക്ക് പോവുകയും അത് എത്തേണ്ട ആളുകളിലേക്ക് എത്തുകയും നമുക്ക് ഒരു സേവനമോ ഒരു സർവീസോ തരേണ്ട ആളുകൾ അത് പിന്നോട്ടടിച്ചാൽ ഉടനെ തന്നെ ഈ ഒരു സംവിധാനം പ്രവർത്തിക്കും
എന്നുള്ള ബോധത്തോടു കൂടി ആളുകളുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, ഏതൊക്കെ മേഖലകളിലാണോ ഓരോ ആളുകളും ടച്ച് ചെയ്യണ് അവിടെയെല്ലാം അവർക്ക് ഏറ്റവും നല്ല സർവീസുകൾ ലഭിക്കും. നമുക്കറിയാം, ഇന്ന് ഒരാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്ന് സമയത്തിന് വളരെയധികം വാല്യൂ ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം കഴിക്കണം, ആരോഗ്യം സംരക്ഷണം വേണം, ഇതെല്ലാം ഇന്ന് എല്ലാവർക്കും നല്ല വാല്യൂ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് എങ്ങനെ നേടിയെടുക്കണമെന്നും, ഒരു പ്രോബ്ലം എൻ്റെ മുന്നിൽ വന്നാൽ ഇത് എങ്ങനെയാണ് ഞാൻ സമാധാനപരമായി ജനാധിപത്യ രൂപത്തിൽ അതെങ്ങനെ പരിഹരിക്കും എന്നും ഇന്ന് ഓരോ പൗരനും അറിയുന്നില്ല. ഇതിനെ അറിയിക്കേണ്ടത്, നിയമത്തെക്കുറിച്ച് ബോധമുണ്ടാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ബാധ്യതയാണ്. ഇവിടെയാണ് നമുക്ക് വന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ ഒരു പൗരൻ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ മലയാളിയാണ് എന്നുള്ള ഒരു വലിയ ഒരു മെസ്സേജാണ് നമ്മൾ അർജുൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു മഹത്തായ നേട്ടം. ആ ഒരു സമയത്ത് അവൻ ഇന്ന സ്ഥലത്ത് കുടുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഇന്ന സ്ഥലത്ത് ഒരാൾ കുടുങ്ങിയിരിക്കുന്നു എന്ന് നമ്മളുടെ വീട്ടുകാർ ആ വാർഡിൽ അറിയിക്കുകയും ആ വാർഡ് തുടർന്ന് എം.എൽ.എയിലേക്കും, എം.എൽ.എ പിന്നെ മിനിസ്റ്ററിലേക്കും, അത് നമ്മളെ ഗവൺമെന്റ് സംവിധാനത്തിലേക്കും വളരെ സിസ്റ്റമാറ്റിക്കായി ഇത് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ എല്ലാ സർവീസുകളും ലഭിക്കും. അതുകൊണ്ട് നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ ഇനിയും ഉയർന്ന് പ്രവർത്തിച്ച് ഇതിന് എല്ലാം പക്വതയുള്ള ഈ ഓരോ വാർഡുകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ ഒരു നേതാവാണ്, അല്ലെങ്കിൽ ആ ഒരു മെമ്പറെയാണ് എനിക്ക് എൻ്റെ വാർഡിൽ കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുകയും അവരെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും പൊതുസമ്മതനായിട്ടുള്ള ആളുകളെ നമ്മൾ ഈ ഭരണത്തിന്റെ ചക്രം ഏൽപ്പിക്കുകയും അവർ ഇത് യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു മോണിറ്ററിംഗ് സംവിധാനവും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഉയർച്ചകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ഓരോ ആളുകളും ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അവർ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുമ്പോൾ അവിടെ നിന്നും സർക്കാരുകൾക്ക് കൂടുതലായിട്ടുള്ള ഏണിങ് ലഭിക്കുകയും ആ ഒരു ടാക്സ് കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്കറിയാം, പല നിരോധനങ്ങളും നമ്മൾ ഇന്നും നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല. നമുക്ക് ഏറ്റവും നമ്മളുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന, അടുത്ത തലമുറയെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മഹാമാരിയാണ് പ്ലാസ്റ്റിക്. നമുക്കറിയാം, പാലുൽപ്പന്നങ്ങൾ, ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ കവറിൽ വരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ന് അത് മാർക്കറ്റിൽ സുലഭമാണ്. അതിനേക്കാളും അപകടകരമാണ് നമ്മളുടെ കവറുകൾ. ഇന്ന് ഏത് ഒരു മീൻകാരൻ്റെ കയ്യിലാണെങ്കിലും, ഓരോ ചെറിയ കച്ചവടക്കാരൻ്റെ കയ്യിലാണെങ്കിലും ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നം വളരെ യഥേഷ്ടം ലഭിക്കുകയാണ്. ഇതിനെ നമ്മൾ വേണ്ടത്ര രൂപത്തിൽ ചെലവഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, മോണിറ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിന് വേണ്ടി, ഇതിൻ്റെ ഒരു ബദൽ സംവിധാനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൃഷിയായാലും പ്രകൃതിയായാലും നശിച്ച് നമുക്ക് വലിയ ഒരു ആപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് നമ്മളുടെ ഓരോ പൗരനും അതിനകത്ത് ഇനിഷ്യേറ്റ് എടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ പ്രകൃതിയെ സ്നേഹിക്കണം, ഞാനൊരു ഉത്തമ പൗരനാണ്, ഞാൻ ഓരോ പൗരനും, ഓരോ അയൽവാസിയും, എൻ്റെ ഓരോ പൗരനെയും ഞാൻ സ്നേഹിക്കുകയും എൻ്റെ പ്രകൃതിയെയും അതോടൊപ്പം തന്നെ വ്യക്തിയെയും നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് അടുത്തറിഞ്ഞ് നമ്മൾ വിനിയോഗിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.